പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ പതുക്കെ വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളത് ധ്യാനിച്ചിരിക്കണം. നമ്മുടെ വളരെ ഗൗരവപരമായ ഒരു ജീവിത പ്രശ്നങ്ങൾ നമ്മൾ കർത്താവിൻ്റെ പ്രകൃതി പരിശോധിച്ചുകൊണ്ട് ആധ്യാത്മിക പരിഷ്കാരം, ആധ്യാത്മിക പ്രബുദ്ധത വളർത്തുകയാണ്. ആധ്യാത്മിക പ്രബുദ്ധത പ്രധാനപ്പെട്ടൊരു ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് പഠനവും ദൈവവചന പഠനവും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ. ഇപ്പം നമ്മൾ 6:48 കണ്ടില്ലേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ? എന്താണ്? രാത്രിയുടെ 4-ാം യാമത്തിലാണ് അവൻ അപ്പോസ്തലന്മാരുടെ ഇടയ്ക്കൊക്കെ വന്നത്. ഇതുപോലെ രസകരമായ വചനമുണ്ട്. അവൻ എവിടെയാണ് അടക്കിയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ലാസറിൻ്റെ പെങ്ങൾ മാർത്ത പറയും, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, അവൻ മരിച്ചിട്ട് 4 ദിവസമായല്ലോ. അവിടെ 4 11:39 യോഹന്നാന്റെ സുവിശേഷം. അതും വെച്ച് താമസിപ്പിച്ചതാണ്. അതും താമസിച്ചതാണ്. അത് ശരിയല്ലേ അച്ഛൻ പറയണത്? അവിടെ 4. അത് വേണമെങ്കിലും കർത്താവിന് വേണമെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു 2 കാര്യങ്ങളും. അപ്പോൾ ദൈവം വേണ്ടെന്ന് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. വേണമെങ്കിൽ കർത്താവിന് ഈ 2 കേസുകളും നേരത്തെ ചെയ്യാമായിരുന്നു. ശരിയല്ലേ? പിന്നെന്താ? കർത്താവ് വേണ്ടെന്ന് വെച്ചിട്ടാണ്. കർത്താവ് ഒരു കാര്യം വേണ്ടെന്ന് വെക്കുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റർ റീസൺ. അതാണ് വിഷയം. കർത്താവ് ഒരു വിഷയം വെച്ച് താമസിപ്പിക്കുമ്പോൾ യു ക്യാൻ എക്സ്പെക്റ്റ് എ ഗ്രേറ്റർ മിറക്കിൾ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നീ ഇടപെടാതെ പോയിട്ടുണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുന്ന വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും അഭിഷേകമായി നൽകണമേ. ഓ ആരാധനേ, അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെവരെ ഈ ആരാധനാ പ്രകടനമൊക്കെ ചെല്ലുമ്പോഴേ ചങ്കെ കൊണ്ട് ചെല്ലണം, അല്ല ചുണ്ടേ കൊണ്ട് ചെല്ലരുത്. ചങ്കെ കൊണ്ട് ചെല്ലിയാൽ മാത്രമേ കർത്താവിനത് തൊടത്തുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് ആരാധന പ്രകടനം കേൾക്കുമ്പോൾ കൈ നെഞ്ചത്ത് വെച്ച് നിങ്ങളും പറയണം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ എവിടെയാണ് നിൽക്കണതെന്ന് നോക്കണം. അടുക്കളയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും യാത്രയിലായിരിക്കും, വണ്ടിയിലായിരിക്കും. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. കൈ നെഞ്ചത്ത് വെച്ച് പറയണം, കാര്യം നീ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഓർത്തേക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നവനെ അടിപ്പെടുന്ന പോലെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. നമ്മുടെ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹൃദയങ്ങളെ സ്പർശിക്കണ കർത്താവേ. ആരെകളെ ലഘൂകരിക്കണ കർത്താവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. പ്രിയപ്പെട്ടവരെ, ഈ വെച്ച് താമസിപ്പിക്കണ പോലെ തന്നെ കർത്താവിൻ്റെ ഒരു പ്രകൃതമാണ് പരീക്ഷണം. പ്രകൃതമല്ല, പരീക്ഷണം ആണ്. അവഗണിക്കുന്നതായിട്ട് ഭാവിക്കുക. ഇത് നമ്മൾ നേരത്തെ ധ്യാനിച്ച വിഷയമാണ് ഒരു 2 ആഴ്ച മുമ്പ്.
ഞാനിപ്പോൾ ഈ വെച്ച് താമസിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴേ എന്തിനാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരണമെന്നറിയാവോ? യു മസ്റ്റ് ഹാവ്, അതായത് കർത്താവുമായി നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് പ്രത്യാശയില്ലാതെ നമുക്ക് വിശ്വാസം കൊണ്ട് മാത്രം പോരാണ്ട് വരും. ഇപ്പം നമ്മളെ പെന്തക്കോസ്തായിക്ക് ഒരുങ്ങുകയാണ്. പക്ഷേ എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാ? പരിശുദ്ധാത്മാവിനെ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവുമായിട്ട് ജീവിക്കാനുള്ള പ്രത്യാശ തരണമേ. ഒന്ന് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ, കർത്താവിൻ്റെ ആത്മാവേ, യേശുവുമായി ജീവിക്കാനുള്ള പ്രത്യാശ നൽകണമേ. യേശുവുമായി ജീവിക്കാനുള്ള പ്രത്യാശ നൽകണമേ. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാവോ? ഈശോക്ക് ഇങ്ങനെ അവഗണിക്കണ പോലെയുള്ള ഇങ്ങനെ ഭാവിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ദൈവം നമ്മളെ അവഗണിച്ചു, ഒഴിവാക്കി, എൻ്റെ പാപം കൊണ്ടാണ്, പൂർവികരുടെ ദോഷം കൊണ്ടാണൊക്കെ ചിന്തിച്ച് നമ്മളുടനെ പ്രാർത്ഥനയിൽ ഡൗൺ ആകും. അങ്ങനെ ചെയ്യരുത്, മണ്ടത്തര അത്. കർത്താവ് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ വായിച്ച സുവിശേഷമില്ലേ, മർക്കോസിൻ്റെ 6-ാം അധ്യായം, അവിടെ എന്താ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാ. ഇത് ആവർത്തിക്കുന്ന കണക്കാക്കരുത്. നമ്മളൊന്ന് ഈ ഒരു വിഷയവുമായിട്ടൊന്ന് കൂട്ടുവെച്ച് നോക്കുകയാണ്, ധ്യാനിച്ച്. അതായത് അവർ കർത്താവ് 4-ാം യാമത്തിലാണ് വന്നതെങ്കിലും അവരെ കടന്നു പോകാൻ ഭാവിച്ചു എന്നാണ് കിടക്കണത്. 6:48 മൈൻഡ് ചെയ്യണില്ല. അവരെ കടന്നു പോകാൻ ഈ വിശ്വാസ ജീവിതം, മക്കളെ, വിശ്വാസം, ഫെയ്ത്ത് ഇസ് എ ചാലഞ്ച്. വിശ്വാസം ഒരു വെല്ലുവിളിയാണ് ശരിക്കും. ദൈവത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളെയും പ്രകൃതി മാറ്റങ്ങളെയും അത് അക്സെപ്റ്റ് ചെയ്യാൻ വിശ്വാസിക്ക് കഴിയണം. ആ കഴിവ് വിശ്വാസി ആർജിക്കണത് എങ്ങനെയാണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ? അത് ദൈവസ്നേഹത്തിൽ നിന്നാണ് ശരിക്കും കഴിവുണ്ടാക്കണത്. ഇപ്പം നമ്മൾ യോഹന്നാൻ 1:12 വായിക്കണില്ലേ? എന്താ വായിക്കണേ? അതായത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി, എബിലിറ്റി. എന്താണത്? ലവ്. ദൈവത്തെ സ്നേഹിക്കണത് ഒരു കഴിവാണ് ശരിക്കും. അങ്ങ് ആ കഴിവ് നമ്മൾ സ്നേഹിച്ചാണ് ആർജിക്കണത്. ആ കഴിവ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാണ് ആർജിക്കണത്. അപ്പോൾ ആർജിക്കുന്ന കാരണം ശരിക്കും നമുക്ക് ആ ദൈവസ്നേഹം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഒരു പരാതിയില്ല, അവഗണിച്ചാലും പ്രശ്നമില്ല. കർത്താവ് കടന്നു പോയാലും നമുക്ക് പ്രശ്നമില്ല. എന്താ? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു, സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. 1 കൊരിന്ത്യർ 13:7 നമ്മൾ വായിക്കത്തില്ലേ? സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. എന്താ? സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ നമ്മൾ 2 കൊരിന്ത്യർ അല്ലേ, 13:7. 1 കൊരിന്ത്യർ 13:7 എന്താണ് നമ്മൾ അതായത് സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. അത് കാരണം കർത്താവ് അവഗണിച്ചാലും നമുക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ കർത്താവ് നമ്മൾ അവഗണിക്കും. കാര്യം ഇപ്പോഴ് എമ്മാവസ്ഥയ്ക്ക് ശിഷ്യന്മാരുടെ അവസ്ഥ കണ്ടില്ലേ? അതും അവഗണിക്കുക. സന്ധ്യ വരെ അവിടെ കൂടെ നിൽക്കുക. സന്ധ്യ ആയപ്പോൾ കാല് ഇറങ്ങി. സന്ധ്യ വരെ അവിടെ കൂടെ ഉണ്ടായിരുന്നതാണേ. സന്ധ്യ ആയപ്പോൾ ഉണ്ട് ആൾ കടന്നു പോകാൻ ഭാവിച്ചു എന്നല്ലേ പറയണത്. 24:28 ലൂക്കായുടെ സുവിശേഷം 24:28 അവർ കടന്നു പോകാൻ ഭാവിച്ചു. അവിടെയും ഭാവിക്കലാണ് വരുന്നത് ശരിക്കും. അങ്ങനെ ഭാവിക്കുന്നത്, കടന്നു പോകാൻ ഭാവിക്കണത്, അവഗണിക്കണത് കർത്താവിൻ്റെ ഒരു ആധ്യാത്മിക പരിശീലനത്തിൻ്റെ ഭാഗമാണ്. എല്ലാം പരിശീലനമാണ്. ശിഷ്യത്വത്തിൻ്റെ പണിയാലയിലാണ് ഈ അപ്പോസ്തലന്മാർ 24 hours തൊട്ട പരിശീലനമാണ്. ഒരു റെസ്റ്റുമില്ലാത്ത ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ആദ്യം തിയറി പറയും, പിന്നെ പ്രാക്ടിക്കൽ വരും. എപ്പോഴും വേണമെങ്കിലും വരാം. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ എന്ന് പറയും 11:25. ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്ന് പറയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അത് പ്രസ്താവനയാണ്. ആ പ്രസ്താവന, ആ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേന് അത് എക്സ്പോസ് ചെയ്തിട്ട് അതിൻ്റെ വിഷ്വൽ കാണിക്കും. ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട്. എല്ലാം ഇങ്ങനെയാണ് കർത്താവ് ചെയ്യണത്.
എല്ലാം ഇങ്ങനെ ചെയ്യണത്. എപ്പോഴും പരിശീലനത്തിലായിരിക്കും അപ്പോസ്തലന്മാർ. അതിലെ അവൻ രഹസ്യമായി ആയിരുന്നു, കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറയത്തില്ലേ. അപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിക്കണത് തുടരുകയാണ് ശരിക്കും. അപ്പോൾ ഈ പഠിക്കുന്നവർക്ക് എന്തിനാണ് നമ്മളെ പഠിപ്പിക്കണത്? എന്തിനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കണത്? എന്തിനാ? നമ്മൾ പരിഭ്രാന്തരാകും ചിലപ്പോഴേ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ, അങ്ങനെ ഒരു വചനമില്ലേ കർത്താവ്, അതായത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താണ് അനുകമ്പ തോന്നാൻ കാരണം? അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നെന്ന്. ഇടയനില്ലാത്ത ആടുകളുടെ പ്രശ്നം എന്താണ്? അവർ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. അതാണ് മർക്കോസിൻ്റെ, നമ്മൾ മത്തായിയുടെ സുവിശേഷമില്ലേ 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ജോജി മോള്. ഞാൻ തലയോലപ്പറമ്പിൽ നിന്ന് വരുന്നു. ഈ പുണ്യഭൂമിയിൽ എന്നെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ചിലാണ്. അതിനു മുമ്പ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം 2016, 17, 18 ഈ സമയങ്ങളിലൊക്കെ എനിക്ക് സൗദിയുടെ കുറേ പോമട്രി, കുറേ ഇൻ്റർവ്യൂ കിട്ടുകയും അതിന് ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിന് ഡേറ്റ് എടുക്കും, അതെനിക്ക് പോകും. പിന്നെയും ഇൻ്റർവ്യൂവിന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കും, പിന്നെ അത് പോകും. അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് ഡിഫൻസിൻ്റെയും MOHൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ കിട്ടി. അതിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നിവൃത്തിയോടുകൊണ്ട് ഞാൻ ഹാർഡ് എഴുതി അബുദാബിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഹാർഡ് പാസ്സായി. പക്ഷേ അതിനും എൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതല്ലാതെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും OET എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ OETക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ഫെയിലായി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോകാം, മാതാവിൻ്റെ ഒന്ന് എടുത്തു ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കിട്ടും. അങ്ങനെയാണ് ഞാൻ 2022 മാർച്ചിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ OET ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ 2 സബ്ജക്റ്റ് കിട്ടി, 2 ഞാൻ ഫെയിലായി. കാരണം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതൊന്നും എനിക്ക് അത്ര നന്നായിട്ട് അറിയാവുന്നില്ല. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിന് എഴുതിയ കാര്യങ്ങൾ, ഒന്ന്, മാതാവ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫാമിലിയുടെ കൂടെ ഇന്ന് വരെ നിന്നിട്ടില്ല. അപ്പോൾ ഇനിയുള്ള കാലം എനിക്ക് അവരുടെ കൂടെ നിൽക്കണം, കൂടെ എൻ്റെ കുഞ്ഞും ഉണ്ടാവണം. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയൊരു ജോലി, അതേ ഒരു സ്ഥലത്ത് ജോലി കിട്ടണം. എനിക്ക് ഞാൻ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ആകെ കിട്ടുന്നത് 25,000 രൂപ സാലറിയാണ്. എനിക്കൊരു വീടില്ല, ഒന്നുമില്ല. എനിക്കതുകൊണ്ട് ഒന്നും പറ്റുന്ന, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഞാൻ വെച്ചു മാതാവിന്. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ചത്, മാതാവ് എന്നും എൻ്റെ ഇഷ്ടമല്ല, നീ എന്താഗ്രഹിക്കുന്നു അത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം. പിന്നെ എന്നും എൻ്റെ അമ്മയായി, എൻ്റെ സ്വന്തം അമ്മയായി എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത്രയും നിയോഗങ്ങളാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞാൻ OET എഴുതി 2 സബ്ജക്റ്റിനെ പാസ്സായുള്ളൂ. അങ്ങനെ വീണ്ടും ഫെയിലായി. ഞാൻ 2023 എന്നെ ഏജൻസിയിൽ നിന്ന് ഒരാൾ കോൺടാക്റ്റ് ചെയ്തു, സൗദി MODക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ OET ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു പ്രാവശ്യം വന്ന് ട്രൈ ചെയ്യുക, ഹ്യൂജ് ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, ഇത്രയും വേക്കൻസി ഉണ്ട്, ഹ്യൂജ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വരുന്നില്ല, എനിക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് വരിക വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ വരുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു, ഒരുപാട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 1500-ലധികം സ്റ്റാഫുണ്ട് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഏറ്റവും ലാസ്റ്റാണ് ഡ്യൂട്ടി കഴിഞ്ഞ് എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്പേസാണ് കിട്ടിയത്. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇൻ്റർവ്യൂവിൽ എടുക്കാനുള്ള ആൾക്കാരെയൊക്കെ എടുത്തു കഴിഞ്ഞു, നമുക്കിനി സ്റ്റാഫിനെ വേണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോളാൻ. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ നിന്നൊരു സൗദി എന്നോട് പറഞ്ഞു, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഞാൻ പറഞ്ഞു NICU. പറഞ്ഞു വേക്കൻസി ഉണ്ട്, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഉടമ്പടി എടുത്ത് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്, മാതാവ് എനിക്ക് സൗദിക്ക് പോകാൻ ഇഷ്ടമല്ല, പക്ഷെ നീ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിതിന് പോയിക്കോളാം, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് മടിയാണ്.
അപ്പോൾ ഞാൻ അവിടെ കയറുന്ന ഇൻ്റർവ്യൂവിന് തിരിച്ച് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ തിരിച്ചു വിട്ടു, വേക്കൻസി ഇല്ല. ഞാൻ പിന്നെയും ചെന്നപ്പോൾ അവരൊന്നും ഇല്ല, വേക്കൻസി ഉണ്ട്. അങ്ങനെ തിരിച്ച് കയറി ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു, എൻ്റെ ഈ കാശ് രൂപം എപ്പോഴും എൻ്റെ കഴുത്തേലുണ്ടോ. അപ്പം ഞാൻ ആ കാശ് രൂപം പിടിച്ചിട്ടൊരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവെ കയറിപ്പോകാൻ പറയുന്നു, അത് കഴിഞ്ഞ് ഇറക്കി വിടുന്നു, നീ എനിക്ക് വിധിച്ചതാണെങ്കിൽ ഇതെനിക്ക് താ, അല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. അങ്ങനെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ 3 പേരാണ് ഒരു സീറ്റിലിരിക്കുന്നത്. അപ്പോൾ ഒരു സീറ്റ് വേക്കൻ്റായി കിടക്കുക. അപ്പോൾ അതിനോട് പറഞ്ഞു അവിടെ ഇരുന്നോളാം. ഞാൻ അകത്ത് കയറി ചെന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലേക്ക് വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ അകത്ത് കയറി ചെന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പ്രിഫറൻസ് ഉണ്ടോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, ഇങ്ങനെ ചോദിക്കാറില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കിട്ടിയാൽ കൊള്ളാം, കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെയുണ്ട്. അപ്പം തന്നെ അവരെനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അടിച്ച് എനിക്ക് ആ ഒരു ജോലി കിട്ടി. പക്ഷേ എനിക്ക് പോവാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെയും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും വന്നു. മാതാവിൻ്റെ അടുത്ത് അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് OET ഒന്നും കൂടെ എഴുതണമെന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഈ ജോലിക്ക് കിട്ടി, ഞാൻ ഏതിനാ പോകേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല, ഒരു കാശ് രൂപ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എന്നിട്ട് വീണ്ടും പോയി ഞാൻ ഒന്നും കൂടെ OET എഴുതി. പക്ഷെ ഞാൻ ഫെയിലായി. അപ്പോഴത്തേക്കിന് ഈ ഒരു ജോബിന് ഞാൻ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അവരെന്നെ റിജക്റ്റ് ചെയ്തു ഓൾറെഡി. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാതാവേ നീ തന്ന ജോലി ഞാനത് റിജക്റ്റ് ചെയ്തു. അവർ പറഞ്ഞു, ഡിഫൻസിൽ നിന്ന് റിജക്റ്റ് ചെയ്തൊരു ജോലി ആ സെയിം ഹോസ്പിറ്റലിലേക്ക് ഇനി നമുക്കൊരിക്കലും കിട്ടില്ല, നമുക്കങ്ങനെ കിട്ടാനുള്ള ചാൻസ് 1% പോലും ഇല്ല. പക്ഷേ ഞാൻ മാതാവിനോട് വന്നു, എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കിവിടെ 25,000 രൂപയ്ക്ക് സാലറിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഇനി നീ എനിക്ക് എന്ത് ജോലി തന്നാലും ഞാനത് ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല. 1 മാസം കഴിഞ്ഞ് ജൂൺ മാസം ആയപ്പോഴത്തേക്കിനും എനിക്ക് ആ സെയിം ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയ സാലറിയേക്കാളും 30,000 രൂപ കൂട്ടി എനിക്ക് സെയിം ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ ആ സെയിം ഹോസ്പിറ്റലിലേക്ക് തന്നെ എനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് നാട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന വെറും 25,000 രൂപ സാലറി, പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കാര്യങ്ങൾ, എനിക്ക് ആ ഒരു ജോലി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, മാതാവിൻ്റെ അടുത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പറയും, മാതാവേ ഇത്രയും സ്ട്രെസ്സായിട്ടുള്ള ജോലി ഭാരങ്ങളൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ഈ സാലറി ഒന്നും തികയുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ ഇന്ന് ദൈവം എനിക്ക് 25,000 രൂപ സാലറി ഉള്ളിടത്തുനിന്ന് എൻ്റെ ഓവർ ടൈം കൂട്ടി ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ മുകളിലുള്ളൊരു ജോലിയാണ് ഇന്ന് എനിക്കുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എനിക്ക് എല്ലാ അക്കോമഡേഷനും, ഇന്ന് ദൈവം എനിക്ക് അവിടെ തന്നിരിക്കുന്ന അക്കോമഡേഷൻ, സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ചെറിയൊരു വീടാണുള്ളത്, 2 മുറിയും ഒരു ഇതൊക്കെയുണ്ട്. പക്ഷെ ദൈവം എന്നെ അവിടെ എത്തിച്ചപ്പോൾ എനിക്ക് AC ഉള്ളൊരു മുറി, ഞങ്ങൾക്ക് ഫാമിലി അക്കോമഡേഷൻ, ഒരു ചിലവ്, ഞങ്ങളുടേതായ ചിലവുകളൊന്നും ഇല്ലാതെ, വീടൊന്നും ഇല്ലെങ്കിലും അതിൽ പരം സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ദൈവം എന്നെ എത്തിച്ചു. എൻ്റെ ഡ്യൂട്ടി പരമായിട്ടാണെങ്കിലും എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യാൻ തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ എക്സാം പോകുന്നതിന് മുമ്പ് പോമെട്രി എഴുതുന്നതിനെ പറ്റിയാണ്. അപ്പോൾ പോമെട്രി എഴുതിയിട്ട് ഇപ്പം ഞാൻ ആദ്യം റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇവർ തന്നെ പറഞ്ഞു പോമെട്രി എക്സാം ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഒരു ഓൺലൈൻ ക്ലാസ് 1 മാസം അറ്റൻഡ് ചെയ്തതിലും അതിലത്ര എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ 12 ദിവസം ക്രഷ് കോഴ്സാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ 6 ദിവസം ക്രഷ് കോഴ്സ് ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അവിടെ സാറിനെ എഴുന്നേപ്പിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ജോജി മോളെ എക്സാം എഴുതണ്ട, ജോജി മോള് ഫെയിലാകും, കാരണം ഞങ്ങളുടെ അക്കാഡമിയിൽ ഇങ്ങനെയൊരു ഇത് വരാൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് എക്സാം എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല, ക്ലാസ് കൂടണമെന്നും എനിക്കൊരു നിർബന്ധമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ക്ലാസ്സിലിരുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇരുന്നാൽ മതി, ഞങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. വെറും 6 ദിവസം ക്ലാസ് കൂടി ഒരാളും, അത് ഞാൻ ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ട് പോസ്റ്റ് BC എടുത്ത ഒരാളാണ്, അങ്ങനെ ഒരിക്കലും പാസ്സാവില്ല എന്നതിന് 100% ഉറപ്പിച്ച് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി സാറിങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടോണ്ട് എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ കാശ് രൂപം എല്ലാം കൊണ്ട് ഞാൻ പോകുള്ളൂ, എനിക്കിത് കിട്ടേണ്ട ജോലിയാണെങ്കിൽ ഇത് മാതാവ് എനിക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ എക്സാമിൽ പാസ്സായിരിക്കും. അവർ പറഞ്ഞു ഈ പ്രാവശ്യം ഫെയിലായാൽ പിന്നെ അവിടെ ചെന്ന് എഴുതേണ്ടി വരും, അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി എനിക്ക് ഒരു പ്രാവശ്യം കൂടെ എഴുതാൻ വയ്യ, ഇത്ര സ്ട്രെസ്സ് വെച്ചിട്ട് ഇനി ഈ പ്രാവശ്യം നീ പാസ്സാക്കി തരണം, ഒരുപാട് മാർക്കൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മതി. ഞാൻ
പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കാശ് രൂപത്തിൽ ഞാൻ എപ്പോഴും പിടിച്ചു വിശ്വാസം, അത് എന്ത് കാര്യത്തിലാണെങ്കിലും ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലും. അതിനുശേഷം ഞാനൊരു കൊന്തയെല്ലാം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ഈ പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈലം എൻ്റെ കൈ തുമ്പത്തിൽ തൂത്തിട്ട് ഞാൻ പറഞ്ഞു, മാതാവ്, ഇതും കൊണ്ടാണ് ഞാൻ മൗസ് മൂവ് ചെയ്യുന്നത്. എനിക്ക് ആൻസറൊന്നും കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഒത്തിരി പാസ് മാർക്കൊന്നും, ജസ്റ്റ് എനിക്കൊന്ന് പാസ്സായാൽ മതി. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അക്കാഡമിയിലെ ഏറ്റവും ടോപ്പ് സ്കോററിൽ എൻ്റെ ഫോട്ടോ സഹിതം ഏറ്റവും നല്ല സ്കോറോടുകൂടി ഞാൻ പോമെട്രി എക്സാം പാസ്സായി. അതിന് എൻ്റെ മാതാവിന് എത്ര നന്ദി അർപ്പിച്ചാലും തീരില്ല. പിന്നെ എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഹസ്ബൻഡും ഒരേ ഹോസ്പിറ്റലിലാണ് അവിടെ ഡിഫൻസിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള പേപ്പർ വർക്ക് ഞാൻ മാതാവിന് ഉടമ്പടി പുതുക്കിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ പേപ്പറുകളൊന്നും ശരിയാകുന്നില്ല, എൻ്റെ കുഞ്ഞിൻ്റെ പേപ്പർ ശരിയായി കുഞ്ഞിനെ ഒരു തടസ്സവും കൂടാതെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റണേന്ന്. അങ്ങനെ മാതാവിനോട് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞ് നാട്ടിലാണ്, എന്നാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ തലയിൽ തൈലമൊക്കെ തൂക്കും. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിന് വേണ്ടി. അതുപോലെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാ ദിവസവും സ്വർഗ്ഗസ്നായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ മാത്രം ചൊല്ലാനേ കുഞ്ഞിനെ അറിയുള്ളൂ, അതൊക്കെ ചൊല്ലണം. അങ്ങനെ കുഞ്ഞും എല്ലാ ദിവസവും ചൊല്ലും കിടക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം അതിൻ്റെ പേപ്പർ ശരിയായി. ഇന്നലെ ഞാൻ വിസ ഓഫീസിൽ പോയി, വിസയുടെ എല്ലാം റെഡിയായി. 10 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന് വിസ വരും. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ടുപോകാനുള്ള എല്ലാം ശരിയായിട്ടുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ മാതാവിന് എന്തേരം നന്ദി അർപ്പിച്ചാൽ പോലും തീരില്ല. കോടാനുകോടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഞാൻ പിന്നെ എല്ലാ ദിവസവും ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എനിക്ക് എത്ര സമയമില്ലെങ്കിലും ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനത് ലൗഡ് സ്പീക്കറിൽ വെക്കും. കാരണം അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്നെ പറ്റിയാണോ, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ഡ്യൂട്ടിക്ക് ഒക്കെ പോകുമ്പോൾ അത് ഭയങ്കര, എനിക്ക് ഒരിക്കലും ഒരു ദിവസം പോലും മാക്സിമം ഞാനത് മിസ് ചെയ്യാറില്ല. എനിക്ക് അത്രയ്ക്ക് ഇത് വന്ന് അങ്ങനെ പോലും ഞാൻ മിസ് ചെയ്യാറില്ല. അപ്പം തന്നെ ഞാൻ കാണുന്നതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്യും, അതിന് ശേഷമേ ഞാനത് കാണാറുള്ളൂ. പിന്നെ എല്ലാ ദിവസവും എന്നെ പറ്റിക്കൊണ്ട് പറ്റുന്ന വചനങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഉടമ്പടിയെ പറ്റിയും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൃപാസനം പത്രം എല്ലാം കൊടുക്കുമായിരുന്നു. അവിടെ ഓൺലൈനായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓൺലൈൻ പത്രം ഷെയർ ചെയ്യും. അങ്ങനെ എന്നെക്കൊണ്ട് ഓൺലൈനായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അമ്മേ മാതാവേ, കൃപാസന മാതാവേ, അങ്ങേക്ക് കോടാനുകോടി നന്ദികൾ ഞാൻ പറയുകയാണ്. എൻ്റെ പേര് റെനി എന്നാണ്. ഞാൻ ചെത്തി ഇടവകയിൽ നിന്ന് വരുന്നു. കൂടെയുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്, യൂജിൻ എന്നാണ് പേര്. ഞാനിവിടെ 2018 എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഒരു ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷേ 2018 വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിച്ചില്ല. ഞാനൊരു കോൺട്രാക്റ്റ് ബേസിൽ ജോലി ചെയ്തിരുന്ന നേഴ്സായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല പല പ്രശ്നങ്ങളും അന്നേരം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ കുർബാനയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. അപ്പം ഞാനൊരു PSCയുടെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലിസ്റ്റിൽ കുറേ പുറകായിരുന്നു. അപ്പം അതൊരു പ്രതീക്ഷയുമില്ല കിട്ടുമെന്നുള്ളത് തന്നെ. പിന്നെ അതിൻ്റെ പുറകെ കേസ് കാര്യങ്ങൾ അങ്ങനെ കുറേ നടന്നു. പിന്നെ ഞാൻ അത് ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാനിവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. 3ാമത്തെ പുതുക്കലിന് ഞാൻ വന്നപ്പോൾ പറഞ്ഞു, എനിക്കൊരു ലിസ്റ്റിൽ കിടപ്പുണ്ട് പേര്, അത് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ, അതിലിപ്പോൾ കിട്ടാനൊന്നും പോകുന്നില്ല എന്നെല്ലാവരും പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ. ഞാൻ മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് വരാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വന്ന് കൊന്ത എത്തിക്കാറുണ്ടായിരുന്നു. തിങ്കളാഴ്ച പാടെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഇത് സാധിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ മാതാവ് എനിക്ക് തരും, എനിക്കൊന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ വന്ന് കൊന്ത എത്തിക്കുമായിരുന്നു. കരഞ്ഞു കൊന്തയെത്തിക്കുമായിരുന്നു. എനിക്കൊരു ജോലി എന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ആ ഉടമ്പടിയിൽ ആദ്യം ഞാൻ വെച്ചിരുന്നത് അതായിരുന്നു, അതെനിക്ക് സാധിച്ചു തന്നു. പിന്നെ കൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം ബൈക്കിൽ പോയപ്പോൾ സ്കിഡ് ചെയ്ത് വീണു. അപ്പോൾ മുട്ടിൻ്റെ പാട പൊട്ടിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഹസ്ബൻഡ് പറയുന്നത്
അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നപ്പോഴത്തേക്ക് ഡോക്ടറെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഡോക്ടർ അത് കുത്തിയെടുത്തിട്ട് 2-3 പ്രാവശ്യം കുത്തിക്കളഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇത് പറ്റത്തില്ല, ഇത് സർജറിയേ പറ്റത്തുള്ളൂ, അപ്പോൾ നിങ്ങൾ അനസ്തേഷ്യ ഡോക്ടറെ കണ്ടിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അനസ്തേഷ്യ ഡോക്ടറെ കാണാം എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ട് പിന്നെയും മാതാവിനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം അയാൾക്ക് കൊടുത്തിട്ട്, മാതാവ് എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നെ, സർജറി ഒഴിവാക്കി തന്നെ, മുട്ടിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും, ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയണം, ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറൊന്ന് നീ പോയി കണ്ടിട്ട് വാ, എന്നിട്ട് നീ സർജറി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അതെനിക്ക് മാതാവായിട്ടാണ് ആ കുട്ടീനെ എന്നെ വിളിപ്പിച്ചതെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി ആ ഡോക്ടറെ ചെന്ന് കാണുന്നുണ്ട്. ഡോക്ടർ എന്നിട്ട് പറഞ്ഞ് ഒരു ക്രേപ്പ് ബാൻഡേജ് ഞാൻ ചുറ്റിത്തരാം, 2 ദിവസത്തിനുള്ളിൽ കുറഞ്ഞില്ലെങ്കിൽ നമുക്കിത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ക്രേപ്പ് ബാൻഡേജ് ചുറ്റാനായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കൂടി പെരിയപ്പോൾ ഡോക്ടർ ചെയ്ത് എന്തുവാന്ന്, അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ തൈലം എല്ലാം പറ്റി ഡോക്ടർ ക്രേപ്പ് ബാൻഡേജ് ചുറ്റിത്തന്ന് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കുറച്ച് നാളത്തേക്ക് സർജറി ഒന്നും വേണ്ട, കുറച്ച് ദിവസത്തേക്ക് മുട്ട് കാലിൽ കുത്തണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും മുട്ടൊക്കെ കുത്താം, പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യാം. എനിക്കൊന്ന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മാതാവ് ആ കാര്യം ചെയ്തു തന്നതിന്. ഇപ്പം ഞാൻ സാക്ഷ്യം പറയണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ എൻ്റെ കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്കിവിടെ വന്ന് എങ്ങനെ സാക്ഷ്യം പറയും, ഒരു കൃപ എനിക്ക് നൽകണമെന്ന് ഞാൻ എന്നും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അപ്പോൾ എനിക്കിന്ന് സാധിച്ചു ആ കൃപ. അത് മാതാവിനെ വരുത്തിച്ചാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാനിപ്പോൾ കണ്ണൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം ബാത്റൂമിൽ നിന്ന്, കഴിഞ്ഞ ആഴ്ച ഞാൻ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതും തീട്ടി വീണപ്പോഴത്തേക്ക് വീണിട്ട് പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. അപ്പം ഡോക്ടർ അവിടെ ഒരു ആയുർവേദ ക്ലിനിക്കിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഹിപ്പ് ചിലപ്പോൾ ഇതിൻ്റെ പൊട്ടൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ആദ്യം പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഈ കൊന്തയും കാശ് രൂപത്തിൻ്റെ ഈ കൊന്തയും എപ്പോഴും തൈലവും ഉപ്പും ഉണ്ടാകാറുണ്ട് ബാഗിൽ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ സിസ്റ്ററെ എനിക്ക് ആ കൊന്തയും ആ തൈലവും ഒന്ന് എടുത്തു വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ കൊന്തയും എൻ്റെ ഈ ഹിപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. മാതാവേ എനിക്ക് ഫ്രാക്ചറൊന്നും ഉണ്ടാകരുത്, എന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് റെനി എന്തായാലും ഫ്രാക്ചറുണ്ട്, എന്തായാലും പേടിക്കേണ്ട, കുഴപ്പമില്ല, റിലാക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും വരുത്തത്തില്ല, മാതാവിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എന്നാൽ എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറിന് അതിശയം, ഫ്രാക്ചറൊന്നുമില്ല, രക്ഷപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു റെനിയുടെ മാതാവ് റെനീനെ രക്ഷിച്ചു എന്ന്. എനിക്കതിനെ കോടാനുകോടി നന്ദി പറയുന്നു മാതാവിന് ഞാൻ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പേപ്പർ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമായിരുന്നു, വീടുകൾ തോറും, പിന്നെ ഹോസ്പിറ്റൽ തോറും കൊണ്ട് കൊടുക്കുമായിരുന്നു. പാലിയേറ്റീവ് പേഷ്യൻറ്റിന് ഞാൻ കാണാൻ പോകാറുണ്ട്, എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പാലിയേറ്റീവ് പേഷ്യൻ്റെ അടുത്ത് പോയാൽ ഞാൻ കുറേ നേരം ഇരുന്ന് സംസാരിക്കും, അവരുടെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കും. പിന്നെ ചോറ് കഴിക്കാൻ നിവർത്തിയില്ലാത്തവരോട് പറയുകയാണെങ്കിൽ അവർക്ക് ചോറൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ സഹായിക്കാറുണ്ട് മറ്റുള്ളവരെ. പിന്നെ കുർബാനകളിലെല്ലാം മിക്കവാറും കൂടാറുണ്ട്. കൊന്ത ഞാൻ എന്നും എത്തിക്കാറുണ്ട്, കുറേ കൊന്തകൾ എത്തിക്കാറുണ്ട്. യാത്രകൾ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും എല്ലാം ഞാൻ കൊന്ത എത്തിക്കും. മാതാവിൻ്റെ ഈ കാശ് രൂപ എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനും എനിക്ക് ബുദ്ധിമുട്ട് വരുത്തത്തില്ല എന്ന് എൻ്റെ മാതാവിനോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.